PV അൻവറിന്റെ ഫോൺ ചോർത്തൽ വാറം തള്ളി പോലീസ്. അൻവറിന്റെ കയ്യിലുള്ളത് വാട്സാപ്പ് കോൾ റെക്കോർഡുകൾ മാത്രം. ആരോപണങ്ങൾക്ക് ഗൗരവ സ്വഭാവമില്ല എന്നും വിലയിരുത്തൽ. ഇവരുമായി പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, PV അൻവറിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ വളരെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി പല രാഷ്ട്രീയ നേതാക്കളും തന്നെ രംഗത്ത് വന്നിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ് പോലീസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ PV അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള വശങ്ങൾ അതിലുണ്ട്. അതിൽ ആദ്യത്തെ ഈ പോലീസ് പറയുന്നൊരു കാര്യം, നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഫോൺ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ അൻവറിന് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഫോൺ ചോർത്തലിന് സാധാരണഗതിയിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള അവലോകന സമിതിയുടെയൊക്കെ അനുമതി ആവശ്യമാണ്. ചില അടിയന്തര ഘട്ടങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഫോൺ ചോർത്താമെങ്കിലും ആ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എന്തിനാണ് ഫോൺ ചോർത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ അവലോകന സമിതിയിലേക്ക് എത്തുകയും ആ അനുമതി ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് കൈമാറുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന, അതിനൊപ്പം തന്നെ അതിന് പിന്നീടും നിരവധി അവലോകന ഘട്ടങ്ങളും ഒക്കെ വരുന്ന വലിയ റിഗ്രസ് ആയിട്ടുള്ള ഒരു നൂലാമാലകളുള്ള പ്രോസസ്സാണ് ഫോൺ ചോർത്തൽ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനം ദുരുപയോഗം ചെയ്യാൻ അൻവറിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. ഇനി അൻവറിന്റെ ആരോപണങ്ങൾ തന്നെയാണെങ്കിലും ADGPക്കും അതിന് സാധിക്കില്ല എന്നുള്ളതാണ് പോലീസ്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ട എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ഇത് സംബന്ധിച്ച് സർക്കാരിനും പോലീസ് തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, അൻവർ ഇപ്പോൾ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ഫോണുകൾ, പ്രത്യേകിച്ച് അൻവർ പറഞ്ഞൊരു കാര്യം, ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ കോളുകൾ താൻ ചോർത്തി എന്നുള്ളതാണ്. ഇത് ചില വാട്സാപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്ത ശേഷം അത് ഒരുപക്ഷെ മറ്റൊരു ഫോൺ ഉപയോഗിച്ചോ, ഈ ഫോൺ വാട്സാപ്പിൽ കോൾ വരുന്ന സമയത്ത് മറ്റൊരു ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഉപകരണം ഉപയോഗിച്ചോ റെക്കോർഡ് ചെയ്ത ശേഷം അതാണ് അൻവറിന്റെ കയ്യിലുള്ളത് എന്നുള്ളതും, അതിനപ്പുറത്തേക്ക് അൻവറിന്റെ ആരോപണങ്ങളിലോ വെളിപ്പെടുത്തലോ യാതൊരു ഗൗരവ സ്വഭാവം. പ്രജിത്ത്, ഈ ഒരു വിഷയത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഗവർണർ പറഞ്ഞൊരു കാര്യം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ്. ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ, സർക്കാർ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഗവർണറുടെ ഒരു തുടർ ഇടപെടലും ശ്രദ്ധേയമാവുകയാണല്ലേ? KP, അൻവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവകരമായ കാര്യം തന്നെയാണ്. കാരണം 5 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അനധികൃതമായി ഫോൺ ചോർത്തുക എന്ന് പറയുന്നത്. കാരണം അത് രാജ്യസുരക്ഷയുടെയും ഭരണഘടന നൽകുന്ന സ്വകാര്യതയുടെയും ഒക്കെ ലംഘനമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ ഗുരുതരമായ കേസുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ വിവരശേഖരണത്തിനുമൊക്കെയാണ് ഈ രീതിയിലുള്ള ഫോൺ കോൾ ചോർത്താനുള്ള അനുമതിയൊക്കെ ഉള്ളത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ആ ഒരു മറുപടി വരുന്നത്. അതിനൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ച കൂടിയായി മാറും ഇത്തരത്തിൽ അനധികൃത ഫോൺ കോളുകൾ ചോർത്തുന്നതായിട്ടുള്ള ഒരു കാര്യം തെളിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു അംഗീകാരം നൽകുകയാണെങ്കിൽ എന്നുള്ള കാര്യം കൂടി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിവരം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഗവർണർ പറയുന്നത് കൃത്യമായ രീതിയിൽ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ പരിശോധന നടക്കണമെന്നുള്ളതാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷിയിൽപ്പെടുന്ന ഒരു MLA ഇത്ര വലിയൊരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം താൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പരിശോധന ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു സാങ്കത്യ പ്രശ്നമുണ്ട്. ആ പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. ഇത് സംബന്ധിച്ച പരിശോധന നടത്തി ഇതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് തനിക്ക് റിപ്പോർട്ട് നൽകണമെന്നുള്ളതായിരുന്നു ഗവർണർ സർക്കാരിനെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും ആ റിപ്പോർട്ട് കൈമാറാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ആ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറാനുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണി വരെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഗവർണറുടെ രാജ്ഭവനിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ രാജ്ഭവനുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്ന വിവരം. എന്തായാലും ഈ പോലീസിന്റെ നിലപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അൻവറിനെതിരെ ഒരു പ്രാഥമിക പരിശോധനയെങ്കിലും നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം പോലീസ് എത്രത്തോളം പറഞ്ഞാലും ശരി, ഈ സംവിധാനങ്ങളൊന്നും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അൻവർ ഇത്ര പ്രധാനപ്പെട്ട ഒരു ഭരണകക്ഷിയുടെ MLA ആയിരുന്ന ആൾ ഇത്ര വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പ്രാഥമിക പരിശോധന നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പോലീസിന്റെ ഫോൺ ചോർത്തൽ സംവിധാനം ഏതെങ്കിലും വിധത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അൻവറിന് മറ്റെവിടെന്നെങ്കിലും ഇതിനുള്ള സാങ്കേതിക സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഗവർണർ ഉയർത്തുന്നതും. അതിന് ഗൗരവ സ്വഭാവവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പോലീസ് പറയുന്നത് നിലവിലുള്ള സംവിധാനങ്ങൾക്കനുസരിച്ച് അൻവറിന് ഈ ഫോൺ ചോർത്തൽ ചെയ്യാൻ കഴിയില്ല. ADGPക്കും അങ്ങനെ സ്വതന്ത്രമായി കുറേയധികം ആളുകളുടെ ഫോൺ ചോർത്തലോ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്ന കാര്യങ്ങളിലേക്കോ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ
അത് ഒരു പരിശോധന പോലുമില്ലാതെ പോലീസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലും സമർപ്പിക്കാതെ പോലീസ് പറയുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി ഒരു പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഫോൺ കോൾ റെക്കോർഡുകൾ നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനധികൃതമായ ഫോൺ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണ പരിധിയിലോ പുറത്തു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു ഭയവും പോലീസിനുണ്ടാകാം. എന്തായാലും നിലവിൽ അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. പക്ഷേ ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനും സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. KP യെസ്, പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്തിന് വിവരങ്ങൾ നൽകിയത്.